الحمد لله الحمد لله الواحد القهار العزيز الجبار قابل التوب شديد العقاب ذي الطول واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا ادخلوا في السلم كافة ولا تتبعوا خطوات الشيطان إنه لكم عدو مبين. ആദരണീയരായ ഏറെ ബഹുമാന്യരായ വിശ്വാസിനികൾ, പ്രപഞ്ച സ്രഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ചരുളിയ മതപരമായ കൽപ്പനാ നിർദ്ദേശങ്ങളെ ജീവിതത്തിൽ ഉടനീളം പാലിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. വളരെ ഗൗരവത്തോടു കൂടി വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹുവെ സൂക്ഷിച്ച് ജീവിക്കുവാൻ, അത് മുഖേന അവൻ്റെ വിചാരണയെ വിജയകരമായി അതിജീവിച്ചുകൊണ്ട് സ്വർഗ ലോകം കരസ്ഥമാക്കുവാൻ റബ്ബ് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവും. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്വമേറിയ വചനമായ ആയത്തുൽ കുർസിയുടെ വളരെ ആഴത്തിലുള്ള വിശാലമായൊരു പഠനത്തിലായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത്. അതിൻ്റെ ആദ്യ പദങ്ങളായ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ എന്നതിൻ്റെ വിശദീകരണത്തിൻ്റെ ഭാഗമായി കലിമത്തു ഷഹാദയുടെ നിബന്ധനകൾ, അതിൻ്റെ ഷർത്തുകളെ സംബന്ധിച്ചാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. കേവലം നാവുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ പോരാ, അത് റബ്ബ് സ്വീകരിച്ച് അതിന് റബ്ബ് നിശ്ചയിച്ച പ്രതിഫലം സ്വർഗലോകം ലഭ്യമാകണമെങ്കിൽ ആ ലാ ഇലാഹ ഇല്ലല്ലയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ കർമ്മങ്ങളുടെ സ്വീകാര്യതയുടെ മാനദണ്ഡമായ ലാ ഇലാഹ ഇല്ലല്ലാ അത് റബ്ബ് പരിഗണിക്കണമെങ്കിൽ ആവശ്യമായിട്ടുള്ള ശുറൂത്തുകളെ സംബന്ധിച്ച് ഇൽമുണ്ടാവണമെന്ന് ലാ ഇലാഹ ഇല്ലല്ലയിലും അത് ലക്ഷ്യം വെക്കുന്ന ലക്ഷ്യങ്ങളിലും അതിൻ്റെ ഭാഗമായുള്ള ഇബാദത്തുകളെ സംബന്ധിച്ചുള്ള ഇൽമ്, ആ ഇൽമിൽ ശക്തമായ യഖീന്, ആ മതപരമായ വിഷയങ്ങളോടുള്ള മഹബ്ബത്ത്, അത് നിർവഹിക്കുന്നിടത്ത് ഇഖ്ലാസും സിദ്ഖും ഉണ്ടാവണമെന്ന് 5 ഷർത്തുകളെ സംബന്ധിച്ച് നാം മനസ്സിലാക്കുകയുണ്ടായി. അതിൻ്റെ ഒരു തുടർച്ചയെന്നോണം ഇന്ന് എൻ്റെയും നിങ്ങളുടെയും ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് പണ്ഡിതന്മാർ ലാ ഇലാഹ ഇല്ലല്ലയുടെ 6ാമത്തെ നിബന്ധനയായി പഠിപ്പിച്ച അൽ ഖബൂൽ. അൽ ഖബൂലു അൽ മുനാഫി ലിറദ്ദ്, റദ്ദിനെ, തിരസ്കരണത്തെ മറികടക്കുന്ന തരത്തിലുള്ള സ്വീകരിക്കൽ ഉണ്ടാവണമെന്ന്. ഇതിനെ സ്വീകരിക്കണം, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തിനെ സ്വീകരിക്കണം. എന്താണോ ലാ ഇലാഹ ഇല്ലല്ലാ കൊണ്ട് ഉദ്ദേശിച്ചത്, ആ ഉദ്ദേശിച്ച ലക്ഷ്യങ്ങളെ മുഴുവൻ സ്വീകരിക്കണം. ആ ലാ ഇലാഹ ഇല്ലല്ലയുടെ ഉലൂഹിയത്തിന്റെ ഭാഗമായി കൊണ്ടുള്ള ആരാധനാ കർമ്മങ്ങളെ മുഴുവൻ സ്വീകരിക്കണം.
ബിഖൽബിഹി വബിലിസാനിഹി, അവന്റെ നാവ് കൊണ്ട് അവൻ സ്വീകരിക്കണം, അവന്റെ ഹൃദയം കൊണ്ട് അവൻ സ്വീകരിക്കണം. വയുസദ്ദിഖു വയുതീഉൽ അവാമിർ, ആ സ്വീകരിക്കുന്നതിനെ സത്യപ്പെടുത്തിക്കൊണ്ട് കൽപ്പനകളെ മുഴുവൻ അവൻ അനുസരിക്കേണ്ടതുണ്ട്. ബിർയുളാ വത്തുമഇനീന, സംതൃപ്തമായ മനസ്സോടുകൂടി, ശാന്തതയോടുകൂടി, കീഴൊതുക്കത്തോടുകൂടി അവൻ സ്വീകരിക്കേണ്ടതുണ്ട്. ഈ ഇസ്ലാമിന്റെ ഇബാദത്തുകളുമായി ബന്ധപ്പെട്ട മുഴുവൻ മേഖലകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ സൂറത്തുർ റൂമിന്റെ 47-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പറയുന്നു, വലഖദ് അർസൽനാ മിൻ ഖബ്ലിക റസൂലൻ ഇലാ ഖൗമിഹിം ഫജാഊഹും ബിൽ ബയ്യിനാത്ത്, താങ്കൾക്ക് മുൻപ് അയക്കപ്പെട്ട ദൂതന്മാർ അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ഇസ്ലാമിന്റെ ശരീഅത്തുമായി വ്യത്യസ്തങ്ങളായ തലമുറകളിലേക്ക്, സമുദായങ്ങളിലേക്കൊക്കെ പ്രവാചകന്മാരും റസൂലുമാരെ അയച്ചിട്ടുണ്ട്. ആ അയച്ച സന്ദർഭത്തിൽ മുജ്രിമുകളായ, കുറ്റപകരമായ നിലപാട് സ്വീകരിച്ച ആളുകളുടെ മേൽ ശിക്ഷാ നടപടി നിർബന്ധമായി തീർന്നു. വകാന ഹഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ, മുഅ്മിനുകളെ സഹായിക്കൽ നമ്മുടെ മേൽ ഹഖൻ, അതൊരു ബാധ്യതയാകുന്നു. വഹയ്യ് കൊടുത്തു, ഇസ്ലാം പഠിപ്പിച്ചു, ആളുകൾ രണ്ട് ചേരിയായി. ഒന്നാമത്തെ ചേരി മുഅ്മിനുകളാണ്. ആ മുഅ്മിനുകളെ സഹായിക്കൽ റബ്ബിന്റെ മേൽ ബാധ്യതയായി റബ്ബ് സ്വയം ഏറ്റെടുത്തു. എന്നാൽ മറ്റൊരു വിഭാഗമുണ്ട്, അവരെ ശിക്ഷിക്കൽ, അവരെ ഉന്മൂലനാശം വരുത്തൽ റബ്ബ് നിർബന്ധകരമായി തീരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവരാരാ? തഫ്സീറുകൾ ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് മിനല്ലദീന അജ്റമൂ, കുറ്റകരമായ നിലപാട് സ്വീകരിച്ച ആളുകൾ എന്നതിന് നൽകുന്ന വ്യാഖ്യാനം അർറാദൂൻ, അവർ ദീനിനെ തള്ളിക്കളഞ്ഞവരാണ്. അവർ ലാ ഇലാഹ ഇല്ലല്ലയെ മൊത്തത്തിൽ തള്ളിയ ആളുകളുണ്ട് കൂട്ടത്തില്. നാവുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ പറയുകയും അതോടൊപ്പം ഇസ്ലാമിന്റെ ഇബാദത്തുകളെ തള്ളിക്കളഞ്ഞ ആളുകൾ, മൊത്തം ഇബാദത്തും ചെയ്യാതെ ഞാനും മുസ്ലിമാണെന്ന് പറഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാ വായോണ്ട് പറഞ്ഞ് നടക്കുന്ന ആളുകൾ. ചില ആളുകൾ ചില കർമ്മങ്ങളൊക്കെ ചെയ്യും, ചിലതൊന്നും ചെയ്യൂല, ചിലതിനെ ഖബൂല് ചെയ്യും, ചിലതിനെ അവർ റദ്ദു ചെയ്യും. സമ്പൂർണമായ റദ്ദിൽ നിന്ന് മോചനം ലഭിക്കുന്ന ഖബൂൽ, അങ്ങനെയായിരിക്കണം ലാ ഇലാഹ ഇല്ലല്ലാഹ് പൂർത്തീകരിക്കേണ്ടത് എന്നാണ് പണ്ഡിതന്മാര് നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു റദ്ദിന്റെ നിലപാട്, ദീനിയായ വിഷയത്തിൽ ഒരു കാര്യത്തെ തിരസ്കരിക്കുന്ന, ഒഴിവാക്കുന്ന ഒരു നിലപാട് നമ്മിൽ ഉണ്ടാകാൻ പാടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ പല പല കാരണങ്ങൾ കൊണ്ട് ആളുകൾ റദ്ദ് ചെയ്തിട്ടുണ്ട്, ദീനിനെ തള്ളിക്കളഞ്ഞു, ദീനിനെ സ്വീകരിക്കാതെ, ദീനി നിയമങ്ങളെ സ്വീകരിക്കാതെ അവഗണിച്ച ആളുകൾ. എന്തൊക്കെ കാരണങ്ങളായിരുന്നു? വിശുദ്ധ ഖുർആൻ 37-ാം അധ്യായം സൂറത്ത് സ്വാഫാത്തിന്റെ 35-36 ആയത്തുകളിൽ അല്ലാഹു പറയുന്നു, ഇന്നഹും കാനൂ ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹു യസ്തക്ബിറൂൻ, അവരോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ യസ്തക്ബിറൂൻ, അവർ അഹങ്കാരം നടിക്കുമായിരുന്നുവെന്ന്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹ് മാത്രം ഇബാദത്ത് ചെയ്യാൻ പാടും. അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് കീഴൊതുങ്ങണം. അള്ളാഹുവിന്റെ മുൻപിൽ കീഴൊതുങ്ങണമെങ്കിൽ അള്ളാഹ് എന്നേക്കാളും വലിയവനാണ്, അക്ബറാണ്, ആഴയാണ്, അദീമാണ് എന്ന് തിരിച്ചറിവുണ്ടാവണം. ഞാൻ വളരെ ഒരു അബുദാണ്, അവന്റെ വായു സ്വീകരിച്ച്, അവന്റെ വെള്ളം സ്വീകരിച്ച്, അവൻ ഉദ്ദേശിച്ച ഭൂമിയിൽ, അവൻ ഉദ്ദേശിച്ച മാതാപിതാക്കൾക്ക് എനിക്കൊരു മശീഅത്തുമില്ലാതെ ജനിച്ച ദുർബലനാണ് ഞാൻ എന്ന വിനയത്തിന്റെ മനസ്സുണ്ടാകണം. പക്ഷേ എന്നെക്കാളും വലിയൊരു വേറെ ആരുമില്ല എന്ന്, അന റബ്ബുക്കുമുൽ അഅല, ഞാൻ തന്നെയാണ് വലിയ റബ്ബ് എന്നൊക്കെ ചിന്തിക്കുന്ന, ഞാൻ എന്തൊക്കെയോ ആണ് എന്ന് തോന്നുന്ന അഹങ്കാരത്തിന്റെ മനസ്സിന്റെ ഉടമകൾ അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് തള്ളിക്കളഞ്ഞു എന്ന വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിക്കാത്ത ആളുകൾ വയഖൂലൂൻ, അവർ പറയുകയും ചെയ്തു, ഇന്നാ ലതാരികു ആലിഹതിനാ ലിശാഇരിൻ മജ്നൂൻ, കേവലം ഭ്രാന്ത് ബാധിച്ച ഒരു കവിയുടെ വാക്കുകളെ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഇബാദത്തിൽ നിന്ന്, ആലിഹത്തിനൊക്കെ ആരാധന അർപ്പിക്കുന്നത് നമ്മൾ ഉപേക്ഷിക്കണമോ എന്നവർ പറയുകയും ചെയ്തു. ഇസ്ലാമിക ചരിത്രത്തിൽ, മനുഷ്യ ചരിത്രത്തിൽ
അള്ളാഹു അവന്റെ ദൂതന്മാരെ നിയോഗിച്ചുകൊണ്ട് ഇസ്ലാം പഠിപ്പിച്ച സന്ദർഭത്തിൽ അതിനെ തള്ളിയ ആളുകൾ അതിന്റെ ഒന്നാമത്തെ പ്രവണത അഹങ്കാരമായിരുന്നു. നമ്മിൽ ഉണ്ടാവരുത്. അഹങ്കാരത്തിന്റെ ഒരു ലാഞ്ചന പോലും നമ്മിലേക്ക് കടന്നു വരാതിരിക്കാനുള്ള സൂക്ഷ്മത നമ്മൾ പ്രകടിപ്പിക്കേണ്ടതാണ്. രണ്ടാമത്തെ പ്രശ്നം, എവിടെയാണ് റദ്ദ് വരുന്നത്? കബൂലില്ലാതെ റദ്ദ് വരുന്നത് എവിടെയാണ്? എന്ത് കാരണം കൊണ്ടാ? സൂറത്ത് ബഖറയുടെ 109 ആയത്തിൽ അല്ലാഹു പറയുന്നു, മിൻ അഹ്ലിൽ കിതാബ്, അഹ്ലുൽ കിതാബിൽപ്പെട്ട ആളുകൾ ആഗ്രഹിക്കുന്നു, ലൗ യറുദ്ദൂകും മിൻ ബഅദി ഈമാനികും കുഫാറൻ ഹസദാ. പ്രവാചകൻ വന്ന് ഇസ്ലാമിക പ്രബോധനം നടത്തുമ്പോൾ അത് സ്വീകരിച്ച് ഈമാനിലേക്ക് പ്രവേശിച്ച ആളുകൾ വീണ്ടും അവർ ഈമാനിൽ നിന്ന് കുഫറിലേക്ക് തന്നെ മടങ്ങണം എന്ന് അഹ്ലുൽ കിതാബിൽപ്പെട്ട മഹാഭൂരിപക്ഷം ആളുകളും ആഗ്രഹിക്കുന്നു. കാരണം ഹസദൻ, അത് അസൂയയായിരുന്നു. മറ്റുള്ളവരൊരു നന്മയുണ്ടാകുന്നത് കാണാൻ കഴിയാത്ത, സഹിക്കാൻ കഴിയാത്ത മനസ്സിനാണ് അസൂയ എന്ന് പറയുന്നത്. ഇസ്ലാം സ്വീകരിച്ചാൽ അവൻ അനുഭവിക്കുന്ന നന്മ, അവൻ ഭൂമിയിൽ അനുഭവിക്കുന്ന പ്രതാപത്തിന്റെ അവസ്ഥ, അവൻ ആഖിറത്തിൽ വരാനിരിക്കുന്ന നന്മകൾ, ഗുണങ്ങൾ, ഇത് തടസ്സപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അവരായിരുന്നു അഹ്ലുൽ കിതാബ് എന്ന ജൂതന്മാര്, ക്രൈസ്തവരായിട്ടുള്ള ആളുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ വരുന്ന സന്ദർഭത്തിൽ അവിടെ ജൂത സമൂഹം ഉണ്ടായിരുന്നു. അവിടെ 2 വിഭാഗം ആളുകളാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, യമനിൽ നിന്ന് കുടിയേറിയ ഔസ് ഖസറജ് ഗോത്രങ്ങളുടെ നൂറ്റാണ്ടുകൾ പാരമ്പര്യമുള്ള മുശ്രിക്കുകളായ ആളുകളായ ഒരു വിഭാഗം ആളുകൾ. 2, ഷാമിന്റെ പരിസര പ്രദേശങ്ങളിൽ നിന്ന് തൗറാത്ത് പഠിക്കുകയും ആ തൗറാത്തിന്റെ വചനങ്ങളിലൂടെ ഈ ഈത്തപ്പനയുടെ നാട്ടിലേക്ക് ഒരു അന്തിമ പ്രവാചകൻ വരാനിരിക്കുന്നുണ്ട് എന്ന് വളരെ കൃത്യമായി അറിഞ്ഞു ബോധ്യപ്പെട്ട് ആ പ്രവാചകൻ വരുമ്പോൾ ആദ്യം സ്വീകരിക്കണമെന്ന അതിയായ ആഗ്രഹം കൊണ്ട് തലമുറകൾക്ക് മുൻപ് ഷാം പരിസര പ്രദേശങ്ങളിൽ നിന്ന് ഇന്നത്തെ ഫിലിസ്തീൻ, ജോർദാൻ, അതുപോലെ തന്നെ സിറിയ തുടങ്ങിയ രാജ്യങ്ങളിൽ ജീവിച്ചിരുന്ന ജൂതന്മാര് അവര് മദീനയിലേക്ക് കുടിയേറി പാർത്തു. അവര് ബനു നദീർ, ബനു ഖുറൈള, ബനു ഖൈനുഖ 3 വിഭാഗം പ്രബല ഗോത്രങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവർക്ക് പ്രവാചകൻ വന്നാൽ ആ പ്രവാചകൻ ഇത് നേരത്തെ തൗറാത്തിൽ പ്രവചിച്ച പ്രവാചകനാണ് എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാനുള്ള അടയാളങ്ങൾ തൗറാത്ത് പഠിച്ചു വെച്ച ആളുകളായിരുന്നു. പക്ഷേ നബി വന്നപ്പോ അവര് വിശ്വസിച്ചില്ല. എന്താ വിശ്വസിക്കാതിരിക്കാനുള്ള കാരണം? വെറും അസൂയ മാത്രം. അവര് പ്രതീക്ഷിച്ചത് അവരുടെ കൂട്ടത്തിൽ നിന്നായിരിക്കും നബി ഉദയം കൊള്ളുക എന്നതായിരുന്നു. അള്ളാഹുവിന്റെ നേരത്തെയുള്ള മുൻകാല വേദഗ്രന്ഥങ്ങളിലെ പ്രവചനം ബനൂ ഇസ്രായേലിൽ നിന്ന് അന്തിമ പ്രവാചകൻ വരുമെന്നല്ല, മറിച്ച് മദീനയുടെ പ്രദേശത്തിന്റെ ഗുണഗണങ്ങൾ, അതിന്റെ മലനിരകളെ കുറിച്ചും ഈത്തപ്പനയുടെ സാന്നിധ്യത്തെ കുറിച്ചുമൊക്കെയാണ് പ്രവചനങ്ങളിലുള്ളത്. അവർ ഇസ്ഹാഖ് നബിയുടെ പാരമ്പര്യത്തിൽ ജീവിച്ച ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നബി വരും എന്നവർക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ നബി വന്നത് മക്കയിൽ ജനിച്ച് ഇസ്മാഈലിയായി ജനിച്ച് മദീനയിലേക്ക് കടന്നു വന്ന പ്രവാചകനെ ആദ്യം വിശ്വസിച്ചത് അൻസാറുകളാണ്. ആ അൻസാറുകൾ വിശ്വസിക്കാനുള്ള കാരണം തന്നെ ജൂതന്മാരാണ്. ജൂതന്മാരും അവിടെ ഉണ്ടായിരുന്ന മദീനത്തുണ്ടായിരുന്ന മുശ്രിക്കുകളും തമ്മിൽ നിരന്തരമായ യുദ്ധങ്ങൾ ഉണ്ടാകും, പോരാട്ടങ്ങൾ ഉണ്ടാകും. ആ പോരാട്ട സന്ദർഭത്തിൽ ഇടക്ക് ജൂതന്മാര് ജയിക്കും, ഇടക്ക് തോൽക്കും. തോൽക്കുമ്പോ അവര് പറയും, അങ്ങനെ ഞങ്ങളെ തോൽപ്പിച്ചു എന്ന് വിചാരിച്ച് വല്ലാതെ അഹങ്കരിക്കണ്ട, ഞങ്ങൾക്കൊരു നബി വരാനുണ്ട്, ഞങ്ങൾക്കൊരു പ്രവാചകൻ വരാനുണ്ട്. ആ പ്രവാചകൻ വന്നാൽ പ്രവാചകന്റെ നേതൃത്വത്തിൽ അന്തിമമായ മുഴുവൻ വിജയവും ഞങ്ങൾക്കായിരിക്കുമെന്ന് ജൂതന്മാരുടെ നാവിന്റെ തുമ്പെന്ന് കേട്ട് 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 പരിചയിച്ച ആളുകളാണ് മദീനയിലുണ്ടായിരുന്ന മുശ്രിക്കുകളായ ആളുകൾ. അവര് മക്കയിലേക്ക് ഹജ്ജിന് വേണ്ടി വന്നപ്പോഴാണ് പ്രവാചകൻ അവരിലേക്ക് ദഅവത്ത് നടത്തുന്നത്. അവർക്ക് തോന്നിപ്പോയി, ഇതാണല്ലോ ജൂതന്മാരിങ്ങനെ ഇടക്കിടക്ക് പറയുന്ന നബി, സർവ്വ ലക്ഷണമുണ്ട്. അതുകൊണ്ട് അവര് നബിയിൽ അങ്ങ് വിശ്വസിച്ചു എന്ന് മാത്രമല്ല, പ്രവാചകൻ മക്കയിൽ ജീവിക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന സന്ദർഭത്തിൽ മദീനയിലേക്ക് വന്നാൽ മുഴുവൻ പ്രൊട്ടക്ഷനും സർവമാന സുരക്ഷയും ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു എന്ന് പറഞ്ഞ് അവർ മദീനയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ആദ്യം മറ്റൊരു വിശ്വസിച്ചു, നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ആള് വന്നില്ല, അതുകൊണ്ട് ജൂതന്മാരെ വിശ്വസിച്ചില്ല. ഇതായിരുന്നു അസൂയ. അത് ദീനിനെ തള്ളാൻ, അത് ലാ ഇലാഹ ഇല്ലല്ലാഹയെ തള്ളാൻ,
അതൊരു കാരണമായി വർത്തിക്കുന്നു. അറിയാത്തത് കൊണ്ടല്ല. വിശുദ്ധ ഖുർആൻ സൂറത്ത് ബഖറയുടെ 146 ആയത്തിൽ മദീനത്തുണ്ടായിരുന്ന ജൂതന്മാരെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് അല്ലദീന ആതൈനാഹുൽ കിതാബ്, വേദഗ്രന്ഥം നൽകപ്പെട്ട ആളുകൾ യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും, അവർക്ക് നബിയെ അറിയാം. എങ്ങനെ അറിയാം? അബ്നാഅഹും, അവരുടെ കുട്ടികളെ അറിയുന്നത് പോലെ അറിയാം. സ്വന്തം കുട്ടികൾ ആരെങ്കിലും കണ്ടാൽ തിരിച്ചറിയാതെ, 10 കൊല്ലം കഴിഞ്ഞിട്ട് കണ്ടാൽ തിരിച്ചറിയാതിരിക്കും. 25 കൊല്ലം കഴിഞ്ഞിട്ട് സ്വന്തം മകനെ കണ്ടായിരിക്കും അറിയാതിരിക്കില്ല. സ്വന്തം മക്കളെ അറിയുന്നത് പോലെ അത്രമാത്രം അടയാളങ്ങൾ അവർ വേദഗ്രന്ഥത്തിൽ നിന്ന് അവർ മനസ്സിലാക്കിയിരുന്നു. അവരെ അറിഞ്ഞ് ബോധപൂർവം അവർ സത്യത്തെ മറച്ചു വെക്കുകയാണ് ചെയ്തത്. സത്യത്തെ മറച്ചു വെക്കാൻ, സത്യത്തെ തിരസ്കരിക്കാൻ, അത് ഖബൂൽ ചെയ്യാതെ തനിക്ക് വേണ്ടി, തന്റെ ആഖിറത്തിന് വേണ്ടിയാണെന്ന് കരുതിക്കൊണ്ട് സ്വീകരിക്കാതിരിക്കാനുള്ള കാരണത്തിൽപ്പെട്ടതാണ് അസൂയ എന്ന് പറയുന്നത്. ഒരുപാട് കാരണങ്ങളുണ്ട്. അഹങ്കാരം ഒരു കാരണമാണ്, അസൂയ ഒരു കാരണമാണ്, അധികാരമോഹം, ദുനിയാവുമായി ബന്ധപ്പെട്ട അധികാരവും സ്വാധീനവും. അതുകൊണ്ടാണ് അബൂ താലിബ് ഇസ്ലാം ഖബൂൽ ചെയ്യാതിരുന്നത്. ഞാൻ ഉദാഹരണം പറയുന്നതൊക്കെ മുശ്രിക്കിനെ കുറിച്ചും ജൂതനെ കുറിച്ചും അബൂ താലിബ് നമുക്കിതൊന്നും ബാധകല്ല എന്ന് കരുതേണ്ടതില്ല. വിശുദ്ധ ഖുർആൻ നമുക്കുള്ളതാ. വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങൾ നമ്മോടാണ് സംസാരിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലാഹു കൽപ്പിക്കുന്നത് യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വസിച്ചവരെ എന്ന് വിളിച്ചോണ്ട. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ആളുകൾ കൂട്ടത്തിൽ തമസ്കരിക്കുന്നവരുണ്ട്. ഇസ്ലാമികപരമായ സ്വഭാവങ്ങളെയും കർമ്മങ്ങളെയും മര്യാദകളെയും വിശ്വാസത്തിന്റെ മേഖലകളിൽ ചിലത് സ്വീകരിക്കുകയും ചിലത് തള്ളിക്കളയുകയും ചെയ്യുന്ന അവസ്ഥ നമ്മിൽ നിലനിൽക്കുന്നുണ്ട്. അത്തരം ഒരു സാഹചര്യം ഉണ്ടാകുവാൻ പാടില്ല എന്നുള്ളതാണ്. അഹങ്കാരികളായി കഴിഞ്ഞാൽ പിന്നെ പരിഹാസം ഉണ്ടാവുക, ദീനിനെ പരിഹസിക്കും. ചില ആളുകൾ ഇതിന്റെ ഉള്ളിൽ നിന്നിട്ട് മുസ്ലിങ്ങളായ ആളുകൾ എന്നെ ദീനീ വിഷയങ്ങളെ പരിഹസിക്കുന്നത് കാണാം. അത് അഹങ്കാരത്തിന്റെ ലക്ഷണമാണ്, പരിഹസിക്കുക എന്നുള്ളത്. അതുകൊണ്ട് അബൂ താലിബിന് സംഭവിച്ചത് സംഭവിക്കാതിരിക്കാൻ ഹിർഖലിനും അതുപോലെ തന്നെ ഫറോവക്കും സംഭവിച്ചത് ബോധ്യപ്പെട്ട് തിരസ്കരിച്ച അവരാണ് ഹിർഖലിനും ഫറോവയും അബൂ താലിബും പോലെ ആളുകൾ. കൃത്യമായി എല്ലാം സത്യസന്ധമായി അറിഞ്ഞു, പക്ഷേ സ്വീകരിക്കാൻ, അനുവർത്തിക്കാൻ അവർ കൂട്ടാക്കിയില്ല എന്നുള്ളതാണ്. ഇതൊക്കെ ഒരുപക്ഷെ വലിയ അഹങ്കാരം കൊണ്ടൊന്നും നമ്മൾ വലിയ ദീനിന്റെ കാര്യങ്ങളും തള്ളിക്കളഞ്ഞോളണമെന്നില്ല. പക്ഷെ എല്ലാവരിലും സംഭവിച്ചു പോകുന്ന മറ്റൊന്നുണ്ട്. വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു വിഷയത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. അല്ലാഹ് പറയുന്നു 17-ാമത്തെ അധ്യായം സൂറത്ത് ഇസ്രാഈലിന്റെ 16-ാമത്തെ ആയത്തിലൂടെ വഇദാ അറദിന അൻ നുഹ്ലിക ഖറിയതൻ അമർനാ മുത്രഫീഹാ ഫഫസഖൂ ഫീഹാ ഫഹഖ അലൈഹൽ ഖൗലു ഫദമ്മർനാഹാ തദ്മീറാ. ഒരു പ്രദേശത്തെ ഖറിയത്തിന്, ഒരു നാടിനെ അള്ളാഹു നശിപ്പിക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ വെറുതെ നശിപ്പിക്കൂല. വെറുതെ ഒരു നാട് നശിപ്പിക്കും. അള്ളാഹുവിന്റെ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ ശരീഅത്തിന്റെ നിയമങ്ങളെ അത് പൂർണ്ണമായും തള്ളുന്ന ഒരു അവസ്ഥ നാട്ടിലുണ്ടായാൽ ആ നാട്ടുകാരെ അള്ളാഹു നശിപ്പിച്ചു കളയും. ഇസ്ലാമിന്റെ ചരിത്രം അങ്ങനെ. നേരത്തെ സൂചിപ്പിച്ചു, കുറ്റകരമായ നിലപാട് സ്വീകരിച്ചവരുടെ മേൽ ശിക്ഷാ നടപടി അള്ളാഹു സ്വീകരിച്ചു എന്ന്. എന്താണ് ഇതിന്റെ കാരണം? അമർന, അവരോട് നാം കൽപ്പിക്കും. മുത്രഫീഹ, അത് സുഖാസ്വാദനങ്ങളാണ്. ഒരാള് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊള്ളാൻ ഒരാൾക്ക് മനസ്സില്ലെങ്കിൽ അവൻ നരകത്തിലാണ്. അവൻ നരകത്തിലേക്ക് എത്താനുള്ള പണികൾ പിന്നെ അള്ളാഹു അവനെ കൊണ്ട് എടുപ്പിക്കും. നരകത്തിലേക്കുള്ള പോക്ക് ഈസി ആവാൻ ശ്രദ്ധിച്ചോളി സഹോദരൻ. ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് മാനദണ്ഡം. ആ മാനദണ്ഡം 100% ആക്യുറേറ്റ് ആയിട്ട് സ്വീകരിക്കാൻ ഒരാളുടെ മനസ്സ് സന്നദ്ധനല്ലെങ്കിൽ പിന്നെ അവൻ നരകത്തിലേക്ക് എത്താൻ ആവശ്യമായ സർവമാന പണികളിലേക്കും അള്ളാഹു അവനക്ക് ഇങ്ങനെ തുറന്നു കൊടുക്കും. അതിൽ ഒന്നാണ് ദുനിയാവിലെ സുഖാസ്വാദനങ്ങൾ. ഈ ആയത്ത് സൂറത്ത് ഇസ്രാഈലിന്റെ 16-ാമത്തെ ആയത്ത് അമർനാ മുത്രഫീഹ എന്ന സുഖാസ്വാദനങ്ങളിലേക്ക് അവനോട് നാം കൽപ്പിക്കുന്നു. അവിടെ വേറൊരു ഖിറാഅത്തുണ്ട്, പ്രശസ്തമായ ഖിറാഅത്ത്. ആ ആയത്തിന് അമർനാ മുത്രഫീഹ എന്നും ഓതാം എന്നാണ്. അമർനാ മുത്രഫീഹ എന്ന് പറഞ്ഞാൽ സുഖലോലുപന്മാരായ ഭരണാധികാരികൾ അവർക്ക് നാം നൽകുന്നതാണ് അതിന്റെ അർത്ഥം. രണ്ടും ആശയം കൊണ്ട് ഒരുപോലെ യോജിച്ചതാണ്. ദുനിയാവിലെ സുഖത്തിനു വേണ്ടി, ദുനിയാവിലെ സന്തോഷത്തിനു വേണ്ടി ഇസ്ലാമികപരമായ കർമ്മങ്ങളെ സ്വീകരിക്കാതിരിക്കുക, തള്ളിക്കളയുക. ഓരോരുത്തരും സുഖം ആസ്വദിക്കുന്നത് ഓരോരോ മേഖലകളില്ല. ചില ആളുകൾക്ക് മ്യൂസിക്കാണ്, ഓൻ അവിടെ ഹറാം കാലാലും മത നിയമമൊന്നും ഓൽക്ക് ബാധകല്ല, ഓൻ അതിങ്ങനെ ആസ്വദിച്ചിട്ട് ഇങ്ങനെ പോകും.
അത് നരകത്തിൽ എത്തുന്നത് വരെയുള്ള ആസ്വാദനത്തിന്റെ വഴികൾ ഒന്നൊന്നായി റബ്ബ് അവനിങ്ങനെ തുറന്നു കൊടുത്തുകൊണ്ടിരിക്കും. ചില ആളുകൾക്ക് പണത്തോടൊരു ആർത്തിയ, അവിടെ ഹലാലോ ഹറാമോ പലിശ മറ്റൊരുത്തന്റെ മോഷ്ടിക്കലോ കള്ളക്കണക്കോ എഴുതലോ ഒന്നും ദീനിന്റെ ശരീഅത്തിന്റെ ഒരു നിയമമോ കബൂൽ ചെയ്യൂല. ഓനൊക്കെ തള്ളിക്കളയും. നിസ്കാരത്തിന് നിന്നൊരു കുറവുണ്ടാവില്ല. 5 നേരവും പള്ളിക്കുണ്ടാവും ജമാഅത്തിന്. അവനക്ക് ഇഷ്ടമുള്ളതൊക്കെ സ്വീകരിക്കാം, ഒക്കെ കബൂൽ ചെയ്യുക. ഇഷ്ടമില്ലാത്തത് മുഴുവൻ അവൻ റദ്ദ് ചെയ്യുക. അഹങ്കാരം കൊണ്ട് ചെയ്യുന്ന ആളുകളുണ്ട്, അസൂയ കൊണ്ട് ചെയ്യുന്ന ആളുകളുണ്ട്, അധികാര സ്വാധീനങ്ങളുടെ പേരിൽ ഇത് ചെയ്യുന്ന ആളുകളുണ്ട്, ദുനിയാവ് ആസ്വദിക്കാൻ വേണ്ടി ഇത് ചെയ്യുന്ന ആളുകളും കൂട്ടത്തിലുണ്ട്. അവരുടെ അള്ളാഹത്തിന്റെ അവസാനം അങ്ങനെ പറഞ്ഞത്, അതിന്റെ അന്ത്യം കുറച്ച് മോശമായിരിക്കും, സംഭവിച്ചു പോകാൻ പാടുള്ളതല്ല. ദീനീ നിയമങ്ങൾ പഠിച്ച് ആ പഠിച്ചിടത്ത് നല്ല മനസ്സിന് ഉറപ്പുണ്ടാക്കി അവയോട് ശക്തമായ മഹബത്തുണ്ടായി അതിനെ മുഴുവൻ സ്വീകരിക്കുമ്പോഴേ ഒരാളുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാവുകയുള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഖബൂൽ ചെയ്യലും ഖബൂൽ ചെയ്യാതിരിക്കലും ഇത് ബോധ്യപ്പെടാൻ ഒരു ഹദീസ് പഠിപ്പിക്കുന്ന ഒരു ഉദാഹരണം. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു അനി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ مثل ما بعثني الله به من الهدى والعلم كمثل الغيث الكثير أصاب أرضا فكان منها نقية قبلت الماء فانبتت الكلأ والعشب الكثير. മഴയാണ് എക്സാമ്പിൾ പറഞ്ഞു. മഴ പെയ്യുമ്പോൾ ഒരു ടൈപ്പ് ഭൂമി, ആ ഭൂമി വെള്ളത്തങ്ങോട്ട് കബൂല് ചെയ്യും, അങ്ങോട്ട് സ്വീകരിക്കും. എന്നിട്ട് ആ ഭൂമി ഫലഭൂയിഷ്ടമായി. എന്നിട്ട് ആ ഭൂമിയിൽ നിന്ന് സസ്യലതാദികൾ, പഴങ്ങൾ, ഫലവർഗങ്ങളൊക്കെ ഇങ്ങനെ മുളച്ചു വന്നു, അങ്ങനെ പച്ച പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കും. അതിൽ നിന്ന് ആളുകൾ പറിച്ച് ഭക്ഷണം കഴിക്കും. അവിടെ നല്ല ഉറവ ഉണ്ടാകും, അതിൽ നിന്ന് ആളുകൾ കുടിക്കും. ആ ഉറവയിൽ നിന്ന് ആളുകൾ അരുവിയെ ഒഴുക്കിക്കൊണ്ട് ഒരു കൃഷി ചെയ്യും, എല്ലാ സ്വയം ഭൂമി നിറഞ്ഞു നിൽക്കുക. പിന്നെ മറ്റുള്ള ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ടൈപ്പ് മഴ പെയ്യുമ്പോൾ സംഭവിക്കുന്നത്. ഇനി വേറെ ടൈപ്പ് ഭൂമിയുണ്ട്, അത് വെള്ളത്തെ സ്വീകരിക്കും, അതിങ്ങനെ സ്റ്റോക്ക് ചെയ്ത് നിർത്തും. അവിടെ സസ്യൊന്നും മുളക്കൂല, പക്ഷെ ആ വെള്ളം മറ്റുള്ള ആളുകൾക്ക് ഉപകാരപ്പെടും. ഇതിനെ പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നുണ്ട് പൂർവികരിലേക്ക്. സഹാബത്ത്, അള്ളാന്റെ റസൂലിന്റെ സഹാബത്ത്, ചില സഹാബികള് ആയത്ത് കേട്ടാല് ആ ആയത്തിൽ നിന്ന് 10ഉം 100ഉം വിധികളെ കണ്ടെത്തും. അവരാ ആയത്തിനാണ് സ്വീകരിക്കും. എന്നിട്ട് അതിനെ ആയത്തിനെ ഗ്രഹിച്ച് അതിൽ നിന്ന് അനുവർത്തിക്കേണ്ട ഒരുപാട് നിയമങ്ങളെ അവർ ആവിഷ്കരിച്ചെടുത്തും ഇജ്തിഹാദ് നടത്തിയിട്ട് ഗവേഷണം നടത്തി. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ചില, ഹസനുൽ ബസ്രിയെ പോലെയുള്ള സഹാബത്ത്, താബിഈ, ആ മേഖലയിൽ വരുന്ന ആളുകൾ. എന്നാൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരു ഫഖീഹ് ആയിരുന്നില്ല, അദ്ദേഹം സ്റ്റോക്ക് ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്ത് എന്ത് കണ്ടതൊക്കെ മെമ്മറിയിൽ സൂക്ഷിച്ച് അടുത്ത തലമുറ റസൂൽ ഇങ്ങനെ പറഞ്ഞു. ഹദീസുകൾ കൈമാറുന്ന, ആയത്ത് കൈമാറുന്ന അവസ്ഥ. അദ്ദേഹത്തിന് അത് ഉപകാരപ്പെട്ടു, അത് സമൂഹത്തിനും ഉപകാരപ്പെട്ടു. അത് 2 നിലക്കുള്ള ഉപകാരപ്പെടലുണ്ടായി. ഇനി 3ാമത്തെ ഒരു വിഭാഗം, അത് മൊട്ടപ്പാറട പോലെ. മഴ എത്ര നിന്ന് 24 മണിക്കൂറോ 48 മണിക്കൂറോ 72 മണിക്കൂറോ കുത്തി ഒലിച്ച് തുള്ളിക്കൊരു കുടം വെച്ച് മേഘവിസ്ഫോടനം സംഭവിച്ച് മഴ ചെയ്താലും 2 സെക്കൻഡ് കഴിഞ്ഞാൽ അവിടെ ഒരു തുള്ളി വെള്ളം ഉണ്ടാവില്ല, പാറായിട്ട് ഇങ്ങനെ ഇരിക്കും. അങ്ങനെ കുറെ മനുഷ്യന്മാര് എത്രയേ ആയത്തുകൾ കേൾക്കുന്നു. ഈ 3ാമത്തെ വിഭാഗത്തെ സംബന്ധിച്ച് ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തുന്നു, ഒരു കന്നുകാലികളെ പോലെയാണ്. ഇത് എന്നോടാണ് പറയുന്നത് എന്ന് യാതൊരു ബോധവുമില്ലാതെ, എന്നാൽ ഞാനും ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ ആൾ തന്നെയാണ് എന്ന് പറഞ്ഞു നടക്കുന്ന, ഈ ഉമ്മത്തിന്റെ അഡ്രസ്സും പേറി നടക്കുന്ന ഒരു വിഭാഗം ആളുകൾ. ഈ 3ാമത്തെ വിഭാഗം കന്നുകാലി എന്ന് മൊത്തത്തിൽ ഇബ്നുൽ ഖയ്യിം പ്രയോഗിച്ചതാണ്. പക്ഷെ അള്ള പ്രയോഗിച്ചത് 2 ജീവികളുടെ പേരാണ്. 2 ജീവികളുടെ പേരാ വിളിച്ചത്. ഒന്ന് സൂറത്ത് ജുമഅയുടെ 5ാമത്തെ ആയത്തിലൂടെ മസലുൽ ലദീന ഹമ്മിലു തൗറാത്ത് ثم لم يحملوها كمثل الحمار يحمل أسفارا. വേദഗ്രന്ഥം നൽകപ്പെട്ടിട്ട് അങ്ങനെ കൊണ്ടു നടക്കുക, കഴുതനെ പോലെയാണ്. അള്ള പറഞ്ഞതാണ്, ഖുർആൻ പറഞ്ഞത്. സൂറത്ത് ജുമയുടെ 5ാമത്തെ ആയത്തിൽ കഴുതന്റെ പുറത്ത് ചാക്ക് വെച്ചു കൊടുത്താൽ, നല്ല ഉപ്പിന്റെ ചാക്ക് വെച്ചാലും പഞ്ചസാരന്റെ ചാക്ക് വെച്ചാലും അരിന്റെ ചാക്ക് വെച്ചാലും കിതാബും കെട്ട് മുസാഫ് ഫുള്ള് ചാക്കിൽ നിറച്ചിട്ട് അത് വെച്ചെടുത്താലും കഴുതൊക്കെ ഒരു ഭാരം. ഇങ്ങനെ കുറെ മനുഷ്യന്മാരുണ്ട്. ഇങ്ങനെ ഉണ്ട് എന്ന് പറയുന്നത് ഓരോരുത്തരും അവനാൻ അങ്ങനെ ആകാതിരിക്കാൻ.
ഞാൻ ആ കൂട്ടത്തിൽ പെടരുത് എന്ന് ചിന്തിക്കാൻ വേണ്ടി, ഞാൻ ആ കൂട്ടത്തിൽ പെടാതിരിക്കാനുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ വേണ്ടിയാണ്. ഞാൻ ആ കൂട്ടത്തിൽ പെടാതിരിക്കാൻ ആവശ്യമായ ഇൽമിനെയും യഖീനിനെയും മഹബ്ബത്തിനെയും സിദ്ഖിനെയും ഇഖ്ലാസിനെയും ഖബൂലിനെയും തന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ്. സൂറത്ത് ജുമുഅയുടെ വചനത്തിലൂടെ അവനെ ഹിമാർ എന്നാണ് അള്ളാഹു വിളിച്ചതെങ്കിൽ സൂറത്ത് അറാഫിന്റെ 175 176 ആയത്തുകളിൽ അള്ളാഹു അവനെ വിളിച്ചത് പട്ടി എന്നാണ്. അവൻ നായയെ പോലെയാണെന്നാണ്. നായനെ ശ്രദ്ധിച്ചു നിങ്ങൾ? അള്ളാഹു ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ അത് പഠിക്കണം. നായയിലേക്കൊന്ന് ശ്രദ്ധിക്കണം, നായനെ കുറിച്ചൊന്ന് പഠിക്കണം. നായ ഇങ്ങനെ നോക്കിയാൽ വെറുതെ ഒരു പ്രശ്നമില്ല. നായ ഇങ്ങനെ നടക്കുകയാണെങ്കിൽ നാവ് നോക്കിയിട്ട് ഇങ്ങനെ നടക്കും. തിന്നാൻ വേണ്ടി വെച്ചെടുത്ത് നോക്കിയും അപ്പോഴും നാവ് നോക്കിയിട്ട് ഇങ്ങനെ വരും. ഒരു കല്ലെടുത്തൊന്ന് എറിഞ്ഞു നോക്കി അപ്പോഴും നാവ് നോക്കിയിട്ടാണ് പോകും. അള്ള പറഞ്ഞത് അങ്ങനെ നാവ് തൂക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന, അത് വേദനിച്ചാലും അതിന് സന്തോഷം ഉണ്ടായാലും അതിന് തീറ്റ കിട്ടിയാലും അതിന് വിശന്നാലും അതും ഒരേ സ്റ്റാറ്റസിലാണ്, ഒരേ അവസ്ഥയിൽ നാവ് തൂക്കിയിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടുക. ഇങ്ങനെ ആവാൻ പാടുള്ളതല്ല മനുഷ്യ സമൂഹം. അതുകൊണ്ട് തന്നെ മതനിയമങ്ങളെ നന്നായി പഠിച്ച് അത് ജീവിതത്തിലേക്ക് കബൂൽ ചെയ്ത് സ്വീകരിച്ച് കൊണ്ടുവരാനുള്ള ശക്തമായ പരിശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിപ്പെടുത്താതെ അവൻ എത്ര ഏത് കർമ്മങ്ങൾ നിർവഹിച്ചത് കൊണ്ടും യാതൊരു കാര്യവുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയായി കഴിഞ്ഞാൽ പിന്നീട് അവന്റെ കർമ്മങ്ങളിൽ എന്തെങ്കിലുമൊക്കെ വീഴ്ചകൾ സംഭവിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പുറത്തു തരും. എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ വീഴ്ച സംഭവിച്ചാൽ ഒരിക്കലും റബ്ബ് പുറത്തു തരികയില്ല എന്ന ഒരു തിരിച്ചറിവ് ഉണ്ടാവേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിന്റെ അഖീദയുടെ മർമ്മത്തെ അത് ശരിയാം വിധം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുവഹ്ഹിദുകളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله حمدا كثيرا طيبا مباركا فيه كما ربنا ويرضى. والصلاة والسلام الأتمان الأكملان خاتم الأنبياء والمرسلين محمد آله وصحبه وأمهات المؤمنين والمجاهدين في سبيل الله. يا أيها الناس أوصيكم وإياي ثانيا بتقوى الله. സഹോദരന്മാർ, റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തും. നമ്മൾ ഒരു ശക്തമായ വിലയിരുത്തൽ നമ്മെ നടത്തേണ്ടതുണ്ട്. നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള റദ്ദുകൾ, മതം പറഞ്ഞ ഒരു കാര്യം അത് ഞാൻ അതിനെ തിരസ്കരിക്കുന്നുണ്ടോ തമസ്കരിക്കുന്നുണ്ടോ എന്ന ഒരു പരിശോധന നമ്മൾ നടത്തും. പൊതുസമൂഹത്തിന്റെ ഒരു അവസ്ഥ, നേരത്തെ സൂചിപ്പിച്ച സുഖാനുഭവങ്ങൾ, ആ സുഖാനുഭവത്തിന് വിരുദ്ധമായി വരുന്നതിനെ മൊത്തത്തിൽ തന്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് എതിരാവുന്നതിനെയൊക്കെ വിമർശിക്കുന്ന, പരിഹസിക്കുന്ന, വിട്ടുനിൽക്കുന്ന ഒരു പ്രവണതയാണ് ഈ ഉമ്മത്തിൽ മൊത്തത്തിലുള്ളത്. ചില ആളുകൾക്ക് ഇസ്ലാമിന്റെ ശിക്ഷാവിധികൾ ആണ് ദഹിക്കൂല, തലവെട്ടുക എന്നൊക്കെ ചിന്തിക്കുന്ന ആൾ. ഇസ്ലാം ശിക്ഷയുടെ വിഷയത്തിൽ ഇരയുടെ കൂടെയാണ്, വേട്ടക്കാരന്റെ കൂടെയല്ല. കയ്യ് വെട്ടുക, ഒരാൾ ജീവിതം മുഴുവൻ സമ്പാദിച്ച ഒരു സമ്പത്ത് വീട്ടിൽ നിന്ന് ഒറ്റ രാത്രി എടുത്തുകൊണ്ടുപോകും, അത് അനുഭവിക്കുന്ന ഒരു മാനസികാവസ്ഥയാണ്. അത് ആവർത്തിക്കപ്പെടാൻ പാടില്ല സമൂഹത്തിൽ. അവിടെ ഇരയുടെ കൂടെ നിന്ന് അത് ചെയ്തവന്റെ കൈ വെട്ടണം എന്ന് തന്നെയാണ് ഇസ്ലാമിക. അതിനെ കുറ്റപ്പെടുത്തുന്ന, അതിനെ ചാനൽ ചർച്ചകളിൽ വന്ന് അത് ഗോത്ര സംസ്കാരത്തിന്റെ ഭാഗമാണ്, അത് 6-ാം നൂറ്റാണ്ടിലെ ഗോത്ര നിയമമാണ് എന്നൊക്കെ പറഞ്ഞ് ഇസ്ലാമിന്റെ ഖുർആനിൽ നേർക്ക് നേരെ വ്യക്തമായി നസ്വായി പറഞ്ഞ കാര്യങ്ങളെ പോലും റദ്ദ് ചെയ്യുന്ന ആളുകൾ ഈ ഉമ്മത്തിൽ കാണാൻ സാധിക്കും. ചില ആളുകൾക്ക് ബഹുഭാര്യത്വം എന്ന നിയമം അതങ്ങോട്ട് ദഹിക്കൂല, അവർ അതിന്റെ പിറകെ. വേറെ കുറെ ആളുകൾക്ക് അനന്തരാവകാശ നിയമങ്ങൾ അത് മനസ്സിലാവൂല, എന്നിട്ട് ഓൻ അതിന്റെ പിറകെ നടക്കുന്ന ആൾ. ചില ആളുകൾ ജിന്നിന്റെ തലയില, ചില ആളുകൾ സിഹറിന്റെ പിറകെയാണ്. ആർക്കാണോ എന്താണോ മനസ്സിലാവാത്തത്, ആർക്കാണോ എന്താണോ ഉൾക്കൊള്ളാൻ കഴിയാത്തത്, ആർക്കാണോ എന്താണോ സ്വീകരിക്കാൻ കഴിയാത്തത്, അതിനെ ഒക്കെ പരിഹസിക്കുക, കുത്തുവാക്ക് പറയുക, അതിനെ ഒഴിവാക്കും, റദ്ദ് ചെയ്യുന്ന ഒരവസ്ഥ. ഇതൊരു മുസ്ലിം ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിച്ചൊരു മുസ്ലിമിന്റെ ലക്ഷണമല്ലത്. ചില ആളുകൾക്ക് വസ്ത്രധാരണ രീതി, അവർ ഞെരിയാണ്ട താഴെ വസ്ത്രം ഇങ്ങനെ അഴിച്ചിട്ട് ചവിട്ടി നടക്കും. എന്താ ഇപ്പൊ ഞെരിയാണ്ട താഴെ ഒന്നങ്ങോട്ട് വസ്ത്രം ഇറങ്ങിയ ഇസ്ലാം അടുത്ത് തെറിക്കോ, മൂക്കിന്റെ തുമ്പത്താണോ ഇസ്ലാം എന്നൊക്കെ വലിയ സാഹിത്യത്തിലൊക്കെ പറയുന്ന ആളുകൾ. അതെ, ഇസ്ലാം അങ്ങനെയാണ്, ഇസ്ലാം അങ്ങനെയാണ്.
അങ്ങനെയാണ് ഇസ്ലാം പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. വസ്ത്രധാരണ വിഷയത്തിൽ ചില ആളുകൾ, ഓരോ വിഷയങ്ങളിലും ഓരോ ആളുകൾ. അള്ളാഹ് എന്താ പറഞ്ഞത്? അള്ളാഹ് നമ്മോട് പറഞ്ഞത് യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ ഈമാനുള്ള ആളുകളെ, ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, ഉദ്ഖുലൂ ഫിസ്സിൽ, നിങ്ങൾ ഇസ്ലാമിൽ പ്രവേശിക്കണം. കാഫത്തൻ, കാഫത്തൻ എന്ന് പറഞ്ഞാൽ മുഴുവനായി. വലം യകുല്ലഹു കുഫുവൻ അഹദ്, അവന് പൂർണ്ണമായ തുല്യമായ വേറൊന്നുമില്ലെന്ന്. പൂർണ്ണ തുല്യത വരിക, ആ ഒരു അവസ്ഥ ഉണ്ടാവണം. വല തത്തബിഉ ഖുതുവാത്തി ശൈത്താൻ, നിങ്ങൾ പിശാചിന്റെ കാൽപ്പാടുകളെ പിന്തുടരുക. ഈ പിശാചിന്റെ കാൽപ്പാടിനെ അല്ല നിങ്ങൾ പിന്തുടരേണ്ടത്, അള്ളാഹുവിന്റെ കലാമിനെ, അള്ളാഹിന്റെ കൽപ്പനകളെ, ഹദീസുകളെ ആയിരിക്കണം നിങ്ങൾ പിന്തുടരേണ്ടത്. കാരണം ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, അവൻ നിങ്ങൾക്ക് വളരെ പ്രത്യക്ഷനായ ശത്രുവാ. ശത്രുവിന്റെ അടുത്തുനിന്ന് ദീനീ വിരുദ്ധമായ ഒരു ഉപദേശം, അത് ചിലപ്പോൾ ശൈത്താൻ നേരിട്ട് വന്ന് പറയും. ശൈത്താൻ ഹാജരാവും, വേറെ വിഷയമാണ്, അവിടെ പോണില്ല. ചിലപ്പോൾ ശൈത്താന്റെ കോലത്തിന് ഭാര്യ വരും, ഭർത്താവ് വരും, കാരണവന്മാര് വരും, ചങ്ങായിമാരൊക്കെ വരും. എന്നിട്ട് പോലെ അത് ചെയ്തോ എന്ന് ഇങ്ങനെ പറയും. അവന്റെ തലയിൽ കയറിയിട്ടാ വരിക, എന്നിട്ട് അതിന്റെ പിറകെ പോകും. അങ്ങനെ ആവരുത് എന്ന് അള്ളാഹ് പറയുന്നത്. നിങ്ങൾ ഇസ്ലാമിലേക്ക് പൂർണ്ണമായി പ്രവേശിക്കണം. പിശാചിന്റെ കാൽപ്പാടുകളെ നിങ്ങൾ പിന്തുടരും. നമുക്ക് സ്വന്തമായിട്ട് ദീനിനകത്ത് സ്വന്തമായി നമുക്കൊരു അഭിപ്രായം ഉണ്ടാവാൻ പാടില്ല. എന്റെ അഭിപ്രായം അങ്ങനെ, ചില ആൾക്കാരെ അങ്ങനെ ഒരേ അഭിപ്രായമൊക്കെ ഇവിടെ ക്ലോസ്ഡ് ആണ്. അള്ളാന്റെ ആണ് ശരീഅത്ത്. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ മതം അത് ഇസ്ലാം മാത്രമാകുന്നു. അത് വഹയിലൂടെ നൽകപ്പെട്ടിട്ടുണ്ട്, അത് ക്ലോസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരാളൊരു അഭിപ്രായം പറയാൻ പാടില്ല. പറഞ്ഞാൽ ഓന് പേരിൽ മാപ്പിളയർക്കാരം, പക്ഷെ ഒരു പരലോകത്ത് എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത്? എന്തിനാ ഈ നേരത്തെ വീഡിയോ പൊട്ടി ഇവിടെ വന്നിരിക്കുന്നത്? ആഖിറം പ്രതീക്ഷിച്ചിട്ടല്ലേ? അത് രക്ഷപ്പെടണമെങ്കിൽ ഇത് സ്വീകരിക്കപ്പെടേണ്ടതുണ്ട്. ഒരു ചരിത്ര സംഭവം പെട്ടെന്ന് സൂചിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് അഹ്സാബിന്റെ 36-ാമത്തെ ആയത്തിറങ്ങുക. മാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറാ അൻ യകൂന ലഹുമുൽ ഖൈറതു മിൻ അംരിഹിം. ഒരു മുഅ്മിൻ, ഒരു മുഅ്മിനത്ത്, രണ്ടു പേർക്ക് അവർക്ക് അള്ളാഹുവും റസൂലും ഒരു കാര്യത്തിൽ ഒരു തീരുമാനം എടുത്താൽ പിന്നീട് സ്വന്തം അഭിപ്രായം, ഖൈറത്ത് ഉണ്ടാവാൻ പാടില്ല, ഇഖ്തിയാർ, ഒരു തെരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യം ഇല്ല എന്നുള്ളതാണ്. ഈ ആയത്തിറങ്ങാനുണ്ടായ കാരണം മഹാനായ റസൂലുള്ളാഹിയുടെ മൗലയായിരുന്ന സെയ്ദ് ബിൻ ഹാരിസ്, വിശുദ്ധ ഖുർആൻ പേര് പരാമർശിച്ച ഒരേ ഒരു സഹാബി സെയ്ദ് ബിൻ ഹാരിസ്. അദ്ദേഹത്തെ റസൂലുള്ളാഹിയുടെ ഉപ്പയുടെ പെങ്ങൾ ഉമൈമ റളിയല്ലാഹു തആല അൻഹയുടെ മകൾ സൈനബ് ബിൻത് ജഹ്ഷിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ അള്ളാന്റെ നിർദ്ദേശം ഉണ്ടായി. റസൂലുള്ളാഹി പറഞ്ഞു, സൈനബ് മക്കയിലെ ഖുറൈശി തറവാട്ടിലെ സുന്ദരിയാണ്, ധനാഢ്യയാണ്, സുമുഖയാണ്, എല്ലാവിധ ഐശ്വര്യങ്ങളുള്ള. സെയ്ദ് മാർക്കറ്റിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന അടിമ. അന്നത്തെ നിലനിൽക്കുന്ന സമ്പ്രദായം അനുസരിച്ചുകൊണ്ട് അടിമകൾക്കുള്ള ഒരു സ്ഥാനം ആർക്കും അത് ദഹിക്കൂല, ആർക്കത് മനസ്സിലാവൂല. അവിടെ ഉണ്ടായിരുന്ന അടിമ ഉടമ സംസ്കാരത്തിന്റെ മുരട് മുറിച്ചു കളയാനുള്ള ഇസ്ലാമിന്റെ നടപടിക്രമങ്ങളിൽ ഒരു നടപടിയായിരുന്നു സൈനബ് റളിയല്ലാഹു തആല അൻഹയെ വിവാഹം ചെയ്യാനുള്ള, സെയ്ദ് ബിൻ ഹാരിസിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനുള്ള അള്ളാഹുവിന്റെ റസൂലിന്റെ തീരുമാനം. രണ്ടാളുകൾ എതിർത്തു. ഒന്ന് സൈനബ് എതിർത്തു, രണ്ട് സൈനബിന്റെ സഹോദരൻ അബ്ദുല്ലാഹിബിൻ ജഹ്ഷ് റളിയല്ലാഹു അൻഹു, പ്രഗൽഭനായ സഹാബി, രണ്ടാളും എതിർത്തു. സമ്മതിക്കൂല. റസൂലുള്ളാഹി നിർബന്ധപൂർവ്വം സംസാരിച്ചു. അപ്പോഴാണ് ആയത്തിറങ്ങുന്നത്, അല്ലാഹും അവന്റെ റസൂലും ഒരു കാര്യത്തിൽ ഒരു തീരുമാനമെടുത്താൽ ഒരു മുഅ്മിനിനും ഒരു മുഅ്മിനത്തിനും സ്വാഭിപ്രായം ഉണ്ടാകാൻ പാടില്ല. ആ ആയത്തിൽ സൂചിപ്പിച്ച മുഅ്മിന് അത് അബ്ദുല്ലാഹിബ്നു ജഹ്ഷ്. ആ ആയത്തിൽ സൂചിപ്പിച്ച പ്രഥമ സംബോധിതനായ മുഅ്മിനത്ത് അത് സൈനബ് ബിൻത് ജഹ്ഷ്. ആയത്തിറങ്ങിയപ്പോ അവര് റസൂലിന്റെ അടുക്കൽ വന്നു. എന്നിട്ട് ചോദിച്ചു, റസൂലെ, നിങ്ങൾ ഈ കല്യാണത്തിന് ഉദ്ദേശിക്കുകയാണോ? അതെ, ഞാൻ ഈ വിവാഹത്തിന് ഉദ്ദേശിക്കുന്നു. നിക്കാഹ് കഴിച്ചു കൊടുത്തു, കല്യാണം നടന്നു. ആയത്തിനെ കബൂല് ചെയ്തു അവര്. കാരണം ദുനിയാവിലെ സുഖം, ദുനിയാവിലെ ഒരു പ്രമാണിയുടെ, ഒരു ധനാഢ്യന്റെ കൂടെയുള്ള ഒരു
എല്ലാവിധ സുഖാസ്വാദനങ്ങളുടെ ലോകത്തുള്ള ഒരു ജീവിതത്തിനേക്കാൾ അപ്പുറത്ത് അതിനേക്കാളും വലിയ ഒരു സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിച്ചിരുന്നവരായിരുന്നു സ്വഹാബത്ത്. ആയത്തിന്റെ മുൻപിൽ അവർ കീഴൊതുങ്ങി കബൂൽ ചെയ്ത തീരുമാനത്തെ റസൂലുള്ളാഹി സൈനബ് റളിയല്ലാഹു തആല അൻഹയെ ഞെട്ടിച്ചു കളഞ്ഞ്. അന്ന് നാട്ടിൽ നിലനിൽക്കാത്ത മഹർ. സയ്യിദ് റസൂലുള്ളാഹിന്റെ മൗലയാണ്, അടിമയാണ്. ഒരുപാട് ദിർഹമുകൾ, ദീനാറുകൾ, പാത്രങ്ങൾ, വസ്ത്രങ്ങൾ. ആളുകളൊക്കെ കണ്ണു തള്ളിപ്പോകുന്നത്. കാരണം സയ്യിദിനോട് ഒരു നിലക്കും സൈനബിന് എന്ത് വരാൻ പാടില്ല, ഒരു ചെറിയ വൈഷമ്യം കടന്നു വരാതിരിക്കാൻ ഉള്ള ഭൗതിക സംവിധാനങ്ങളെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കി കൊടുത്തു. ചരിത്രം വിശാലമാണ്. ആ വിവാഹ ജീവിതം അധികം മുന്നോട്ട് പോയില്ല, അവര് തലാഖിലായി. സൈനബ് റളിയല്ലാഹു അൻഹയെ റസൂലുള്ളാഹി വിവാഹം കഴിച്ചത് സ്വന്തം മകനെ പോലെ കണക്കാക്കിയിരുന്ന ആളുകളെ, മരുമക്കളെ വിവാഹം കഴിക്കാൻ പാടില്ല. അത് ഇന്നുള്ള നിയമമാണ്, അന്നുള്ള നിയമം. വളർത്തുപുത്രനായിരുന്നു സെയ്ദ്. ആ സെയ്ദിന്റെ ഭാര്യയെ റസൂലുള്ളാഹി വിവാഹം കഴിച്ചതിലൂടെ അന്ന് നിലനിന്നിരുന്ന വളർത്തുപുത്രന്മാരെ പുത്രന്മാരായി പരിഗണിച്ചിരുന്ന ആ സമ്പ്രദായത്തെ റസൂലുള്ളാഹിയുടെ വിവാഹത്തിലൂടെ ഇസ്ലാം ഇല്ലായ്മ ചെയ്യുകയാണ്. സൂറത്ത് അഹ്സാബിലൂടെ ആ ചരിത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി വിശദീകരിക്കും. ഞാൻ പറഞ്ഞു വന്നത്, നിലപാടുകൾ, അത് പ്രമാണമെന്തോ ആ പ്രമാണത്തിന്റെ നിലപാടിലായിരിക്കണം നമ്മുടെ വിശ്വാസം, നമ്മുടെ കർമ്മങ്ങൾ, നമ്മുടെ എല്ലാ തരത്തിലുള്ള പെരുമാറ്റങ്ങളും ഇടപാടുകളും രീതികളും. ദീനിനെ കബൂൽ ചെയ്യാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് കബൂൽ ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത് കബൂൽ ചെയ്യാതിരുന്നാൽ അത് സ്വീകരിക്കപ്പെടാതെ പോകും. ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിക്കപ്പെടാതെ പോകും. പിന്നെ നമ്മൾ അതിന്റെ പേരിൽ നടത്തുന്ന മുഴുവൻ ഇബാദത്തുകളും സ്വീകരിക്കപ്പെടാതെ പോകും. അതുകൊണ്ട് ഷർത്തുകൾ പൂർത്തിയാക്കിക്കൊണ്ട് ഇസ്ലാമിന്റെ അഖീദയെ സ്വീകരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ അബദ്ധങ്ങൾ, പാപങ്ങളൊക്കെ, ഈ പറയപ്പെടുന്ന മേഖലകളൊക്കെ തിരിഞ്ഞ് ചിന്തിക്കുന്ന മനുഷ്യന്മാര് തിരിഞ്ഞു നോക്കുമ്പോൾ പാകപ്പിഴവുകളൊക്കെ ദർശിച്ചേക്കാം. അവിടെയാണ് തൗബയുടെ പ്രസക്തി. സംഭവിച്ചു പോയിട്ടുണ്ട്. അറിവില്ലായ്മയുടെ കാലഘട്ടത്തിൽ മതവിരുദ്ധമായ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും കൂടെ ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉള്ളതിൽ നിന്ന് ഇപ്പോൾ കൂടെ കൊണ്ടുനടക്കുന്ന തിന്മയിൽ നിന്ന് മോചിതനാവാൻ ശ്രമിക്കുകയും കഴിഞ്ഞു പോയതിനെ സംബന്ധിച്ച് തൗബയും ഇസ്തിഗ്ഫാറുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഒരിക്കലും അള്ളാഹുവിന്റെ തൗബയെ സംബന്ധിച്ച, പാപമോചനത്തെ സംബന്ധിച്ചുള്ള റബ്ബിന്റെ റഹ്മത്തിൽ ഒരു വിശ്വാസി നിരാശനാകാൻ പാടില്ല. ജീവിതത്തിൽ സംഭവിച്ച സർവമാന പാപങ്ങളും റബ്ബിന്റെ മുൻപിലേക്ക് തുറന്നു വെക്കുക. എന്നിട്ട് അഖീദയെ ശുദ്ധീകരിച്ചു മുന്നോട്ട് പോവുക. അള്ളാഹു സംശുദ്ധമായ തൗഹീദിൽ അധിഷ്ഠിതമായ ഒരു നല്ല ജീവിതത്തെ നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അറിഞ്ഞും അറിയാതെയും സംഭവിച്ചിട്ടുള്ള സർവമാന തെറ്റുകുറ്റങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും പുറത്തു തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് രോഗം കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന നമ്മുടെ എല്ലാ സഹോദരന്മാർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ശിഫാഇനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് നമുക്ക് മുൻപ് റബ്ബിന്റെ വെളിക്കുത്തരം നൽകി തിരിച്ചുപോയ നമ്മുടെ വാപ്പമാര്, ഉമ്മമാര്, ഭാര്യ, ഭർത്താക്കന്മാര്, മക്കള്, ജ്യേഷ്ഠാനുജ സഹോദരന്മാര്, പണ്ഡിതന്മാര്, നേതാക്കന്മാര്, എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തിനെ പ്രദാനം ചെയ്യുകയും അവന്റെ സ്വർഗ്ഗലോകത്ത്, സ്വർഗ്ഗങ്ങളിലെ ഏറ്റവും ഉന്നതമായ ജന്നാത്തുൽ ഫിർദൗസിൽ അവൻ നമ്മെ ഏവരെയും ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم ادخلنا الجنة يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. وصلى الله على محمد وسلم والحمد لله رب العالمين.